വളരെ പെട്ടെന്നാണ് ലൈക്ക മൊബൈൽ വളർന്നത്. മറ്റു യൂറോപ്യൻ മൊബൈൽ കമ്പനികൾക്ക് സാധ്യമല്ലാത്ത മാർക്കറ്റിംഗ് രീതിയാണ് സുഭാസ്കരൻ ആവിഷ്കരിച്ചത്. യൂറോപ്പിലെ സിം അയാൾ വിറ്റത് യൂറോപ്പിലല്ല, ഇന്ത്യയിലും ഫിലിപ്പീൻസിലും ഹോങ്കോങ്ങിലുമെല്ലാമായിരുന്നു. അമ്പരക്കേണ്ട കാര്യമില്ല, ഇന്ത്യയിലെയും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലെയും എയർപോർട്ടുകളിലെ താൽക്കാലിക സ്റ്റോളുകളിലൂടെ ലൈക്ക മൊബൈൽ സിം കാർഡുകൾ വിറ്റഴിച്ചു. വിദേശ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു സിം വാങ്ങിക്കണമെന്നോ ആക്ടിവേറ്റ് ചെയ്യണമെന്നോ ആദ്യകാലങ്ങളിൽ അറിയാത്തവർക്ക് സ്വന്തം നാട്ടിലെ എയർപോർട്ടിൽ വെച്ച് തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ സിം ആക്ടിവേറ്റ് ചെയ്ത് നൽകും. 5 പൗണ്ടിന്റെ സൗജന്യ ടോപ്പപ്പും ചെയ്ത് നൽകും. വിദേശ പഠനത്തിന് പോകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഏജൻസികളിലൂടെയും അവർ സിമ്മുകൾ വിറ്റഴിച്ചു. ലക്ഷങ്ങളിൽ നിന്ന് ദശലക്ഷങ്ങളിലേക്ക് ലൈക്കയുടെ ബിസിനസ് വളർന്നു. മിനിറ്റുകളും മെസ്സേജുകളും വിൽക്കുന്നത് മാറി ഡേറ്റ വിപ്ലവത്തിന്റെ കാലത്തേക്ക് ലോകം മാറിയപ്പോഴും ലൈക്കാടെൽ അന്താരാഷ്ട്ര മിനിറ്റുകൾ വിറ്റഴിച്ചു. മാറി വരുന്ന കുടിയേറ്റ രീതികളും സുഭാസ്കരൻ നിരീക്ഷിച്ചു. UK ഏറ്റവും അധികം ആളുകൾ കുടിയേറുന്നത് ഏഷ്യയിൽ നിന്നായിരുന്നെങ്കിൽ 2012 കഴിഞ്ഞപ്പോഴേക്കും അത് റൊമേനിയയിൽ നിന്നും പോളണ്ടിൽ നിന്നുമായി. അതോടെ റൊമാനിയക്കാരെയും പോളണ്ടുകാരെയും കേന്ദ്രീകരിച്ചുള്ള ടോപ്പപ്പ് ലൈക്ക ആവിഷ്കരിച്ചു. യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ആരുമറിയാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പോലും വേരുകളുള്ള ആഗോള മൊബൈൽ ഭീമനായി ലൈക്ക മൊബൈൽ മാറി. ലൈക്കയുടെ വളർച്ച തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.